എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വൈരുദ്ധ്യമാണ്. എന്നാലും ഈ മതത്തിനകത്ത് ഉള്ള വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ, ആ വചനങ്ങളുടെ സാഹചര്യം വിശദീകരിക്കുന്ന മറ്റൊരു സാഹിത്യ രൂപമായിട്ടുള്ള ഹദീസ്, ഇത് രണ്ടും വെച്ച് നമ്മൾ പരിഗണിച്ച് അതാണ് ഈ മതം എന്ന് കരുതി കഴിഞ്ഞാൽ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. എന്താണത്? പൊതുവിൽ ഇസ്ലാം പ്രചാരകരും ഈ മത മൗലികവാദികളും പലപ്പോഴും മതത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വാചകങ്ങളൊന്നും എടുത്തിട്ട്, അല്ലെങ്കിൽ ഈ ഇസ്ലാമിലെ ഖുറാനിലെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള വചനങ്ങളൊന്നും എടുത്ത് വരരുത്, അല്ലെങ്കിൽ വിമർശനത്തിന് വേണ്ടി നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയും അല്ല, ഇത് സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ഇറങ്ങിയ ഒരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലെ ചില പ്രധാനപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വചനങ്ങളെക്കുറിച്ചും ഇസ്ലാമിനകത്തുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ട്. എന്ത്? ഇവർ ഈ പറയുന്ന സാഹചര്യത്തിനനുസരിച്ച് മാത്രമേ എല്ലാ വചനങ്ങളെയും നമുക്ക് പരിഗണിക്കാൻ പറ്റൂ. എന്നാൽ മുസ്ലിങ്ങൾ ഇന്ന് ഇസ്ലാം എന്നുള്ള മതം ആചരിക്കുന്നത് ഇതുപോലെ പല സാഹചര്യങ്ങളിലും ഇറങ്ങിയ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ബാധകമാകുന്നത്? അതിനെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് വചനങ്ങൾ എല്ലാം സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ വചനം പോലും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം ഇന്ന് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലോ, അള്ളാഹു ഇല്ലല്ലോ എന്നുള്ള ഈ കലിമ അതുപോലും അന്നത്തെ മക്കാരോട് മുഹമ്മദ് പറഞ്ഞതാണ്. അല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് ഒരുപക്ഷെ ഈ മുഹമ്മദിന്റെ കൂട്ടുകാരൊക്കെ മുഹമ്മദ് മരിച്ചതിന് ശേഷം അത് പറഞ്ഞു നടന്നു എന്നത് അവിടെ മാറ്റി വെച്ചിട്ട് മുഹമ്മദ് പറഞ്ഞ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ, സന്ദർഭം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനസ്സിലാവും അന്ന് ഉള്ള ആളുകളോട് പറഞ്ഞാണ്. ഇപ്പോൾ ഉള്ള ഞാൻ ഇതനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ സന്ദർഭവും സാഹചര്യം എടുത്ത് വീശിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമാണ്. ഇസ്ലാമിന്റെ അടിത്തറ തന്നെ ഇളകിപ്പോകുന്ന ഒരു പ്രശ്നമാണ് സന്ദർഭവും സാഹചര്യവും. അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ മറ്റ് ഉദാഹരണങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇസ്ലാമിസ്റ്റുകൾ മതം മാറ്റാൻ വേണ്ടി, ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇസ്ലാം ലിബറൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ പറയുന്ന ചില വചനങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നേരത്തെ നമ്മൾ ചെയ്ത പഴം ജിഹാദ്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മറ്റു മതക്കാരോട് ഇടപെടേണ്ട രീതി, അതുകൂടിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചിരിക്കാം. ഇതൊരു അല്പം ദീർഘിച്ച വീഡിയോ ആണ്. ഒരുപാട് ഹദീസുകൾ പറയാനുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. കാരണം എന്താ പറയുക, ഇത്രയും ഹദീസുകൾ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. നിങ്ങൾ ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്കത് വായിക്കാം. അതിന് റെഫറൻസ് ആൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യമായിട്ടുള്ള ഈ വചനം ഖുർആനിലെ 2-ാമത്തെ അധ്യായം 256-ാമത്തെ വചനം, ആയത്ത് അല്ലെങ്കിൽ ഉദരണി. ഇതിനകത്ത് എന്താ പറയുന്നത്? ഇത് പൊതുവിൽ മുസ്ലിം മതപ്രചാരകരും മറ്റ് ആളുകളെ പറ്റിക്കാനും മറ്റ് മതക്കാരെ പറ്റിക്കാനും, അതായത് നിരീശ്വരവാദികളെ പറ്റിക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഇസ്ലാം ലിബറൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി സന്ദർഭത്തിൽ നിന്ന് അവർ അടർത്തിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ്? മതത്തിൽ ബലപ്രയോഗമേ ഇല്ല എന്ന് ഒരു ഭാഗം, ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് മാത്രം അവർ പറയും. ഇത് പറഞ്ഞുകൊണ്ട് അവർ അത് വെച്ചിട്ട് ക്യാപ്സ്യൂൾ ഇറക്കും. എപ്പോൾ? പലപ്പോഴും എവിടെയെങ്കിലും മതത്തിന്റെ പേരിൽ അക്രമം ഉണ്ടാകുമ്പോഴൊക്കെയാണ് അവർ ഇറക്കുന്നത് എന്നുള്ളതാണ്. അതെ, ഈ ഒരു വചനം യഥാർത്ഥത്തിൽ നിയമത്തിൽ ഇന്ന് നിലനിൽപ്പില്ല. പല പണ്ഡിതന്മാരും ഇത് പിന്നീട് റദ്ദ് ചെയ്തു എന്ന് പറയുന്നൊരു വചനമാണ്. ഇവരിത് ഈ വചനം മുഴുവൻ തന്നെ വായിക്കില്ല എന്നുള്ളതാണ്. ലാ ഇക്റാഹ ഫിദ്ദീന് ശേഷമുള്ള ഭാഗം വായിക്കുന്നില്ല. മതത്തിൽ ബലപ്രയോഗമേ ഇല്ല, ഇത് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വ്യക്തമായിരിക്കുന്നു. അതായത് മതത്തിൽ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ അത് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അറിയാലോ, ഇസ്ലാം സത്യമാണ്, തെളിവുള്ളതാണ്, അതുകൊണ്ട് വിശ്വസിച്ചോളും എന്നുള്ള ടോണിൽ തന്നെയാണ് ഇവിടെയുള്ള സംസാരം. എന്ന് മാത്രമല്ല, ഇത് ഇറങ്ങിയ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ആ ഹദീസ് കാണും. നേരത്തെ പറഞ്ഞ ആ വചനത്തിന്റെ സാഹചര്യമാണ് ഇനി പറയുന്നത്. എന്താണ് ഇവിടെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുകൂടി മനസ്സിലാക്കണം. മദീനയിൽ, ഈ മുഹമ്മദ് മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്താണ്? അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള പല ഗോത്രങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു അൻസാറുകൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഗോത്രങ്ങളായിരുന്നു അൻസാറുകൾ. ഇവരുടെ കൂടെ ജീവിച്ചിരുന്ന ജൂത ഗോത്രങ്ങളുണ്ട്. ആ ജൂത ഗോത്രങ്ങളുമായിട്ട് ഇവരും തമ്മിൽ ഒരു തരം ഒരു സമ്പ്രദായം, ഒരു രീതി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നേർച്ച എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താണത്? അൻസാറുകളുടെ കുട്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ ഈ ജനിച്ച സമയത്ത് തന്നെ മരിച്ചു പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അധികം ജീവിക്കാതെ മരിച്ചു പോകുന്നൊരു കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ടൊരു നേർച്ച നടത്തിയിരുന്നു. എൻ്റെ കുട്ടി ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അൻസാറുകളായ സ്ത്രീകളുടെ കുട്ടികൾ ജീവിക്കുകയാണെങ്കിൽ ആ സ്ത്രീകൾ ആ കുട്ടികളെ ജൂതനായി വളർത്തും, അല്ലെങ്കിൽ ജൂതഗോത്രങ്ങളുടെ കൂടെ വളർത്തും എന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. ഇത് അവിടെ പാലിച്ചു കൊണ്ടിരുന്ന ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമായിരുന്നു മുഹമ്മദ് വരുന്നവരെ. മുഹമ്മദ് മക്കയിൽ തൻ്റെ മതത്തിന് മാർക്കറ്റില്ലാതെ, നിൽക്കക്കളില്ലാതെ വരികയും അവിടുന്ന് ആൾക്കാർ ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് മുഹമ്മദ് ഇവിടെ മദീനയിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് അവിടുത്തെ ജൂതന്മാരെ അവരുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് ഒരു കാലഘട്ടം കഴിഞ്ഞ സമയത്ത്, ആദ്യ കാലഘട്ടങ്ങളിലും അവരുമായിട്ട് രമ്യതയിലായിരുന്നെങ്കിലും, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല ടേംസിലായിരുന്നെങ്കിലും, പിന്നീട് അവരെ അവിടുന്ന് പുറത്താക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ജൂതഗോത്രങ്ങളിൽ ഉണ്ടായിരുന്ന അൻസാറുകളുടെ കുട്ടികൾ അവിടെ കൂടെ പോയി, ഈ നാട് വിട്ട് പോയ സമയത്ത്. അതായത് അവരെ അവിടുന്ന് പുറത്താക്കുമ്പോൾ, നാട്ടിൽ നിന്ന് പുറത്താക്കാണ് ആര്? ഇവൻ മക്കയിൽ നിന്ന് വന്നതാണ്. ഇവരെ പുറത്താക്കുന്ന സമയത്ത് അവരുടെ കുട്ടികൾ, ഈ അൻസാറുകളുടെ കുട്ടികൾ, ഈ ജൂതഗോത്രങ്ങൾക്കിടയിലുള്ള ഈ കുട്ടികൾ, അവർ എന്ത് ചെയ്തു? അവർ ഈ നാട് വിട്ട് പോയ ജൂതഗോത്രങ്ങളുടെ കൂടെ പോയി. കാരണം അവർ ജൂത മതത്തിൽ കൂടിയാണ് വളർന്നിട്ടുള്ളത്, ആ സംസ്കാരത്തിലാണ് വളർന്നിട്ടുള്ളത്. അവരുടെ സ്വന്തം അമ്മമാരുടെ കൂടെ വരാൻ അവർ കൂട്ടാക്കിയില്ല. അപ്പം മുഹമ്മദിനെ മുസ്ലിങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ഇസ്ലാമിലേക്ക് മാറിയിട്ടുള്ള ഈ അൻസാറുകൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാണ് ഈ പോകുന്നത്, മുഹമ്മദെ ഞങ്ങളുടെ കുട്ടികളാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ പൊക്കോട്ടെ എന്ന് പറയാൻ വേണ്ടി മുഹമ്മദ് ഇറക്കിയ ഒരു കൗശലമാണ് ഈ വചനം.
ഇതിൽ രണ്ട് കാര്യങ്ങളാണ് മുഹമ്മദ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒന്ന്, അവരെ നിർബന്ധിക്കേണ്ട, ഇസ്ലാം തന്നെയാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ മതത്തിൽ നിർബന്ധമില്ല, സത്യം തെറ്റിൽ നിന്ന് വെളിവായിരിക്കുന്നു, അതവർ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ വന്നോട്ടെ, അല്ലെങ്കിൽ വിട്ടേക്ക്. ഈ കാര്യം പറയാൻ വേണ്ടി ഇറങ്ങിയ വചനമാണ്. അപ്പോൾ ഈ വചനം എപ്പോഴാണ് ഈ മതപ്രചാരകർ, മുസ്ലിം മതപ്രചാരകർ ഉദ്ധരിക്കാറ്? എപ്പോഴെങ്കിലും മതത്തിന്റെ പേരിൽ ആരെങ്കിലും തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ, അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ, മറ്റു മതക്കാരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതിനെ നിസാരവൽക്കരിക്കാൻ വേണ്ടി അവർ എടുത്തിടുന്ന ഒരു വചനമാണ്, അയ്യോ ഞങ്ങളുടെ മതത്തിൽ ഇതൊന്നുമില്ല, മതത്തിൽ ബലപ്രയോഗമില്ല, അതിന്റെ അല്ലെങ്കിൽ ബാക്കി ഭാഗം അവർ വായിക്കില്ല. എന്താ സംഭവം? മതത്തിൽ ബലപ്രയോഗമില്ല, സത്യം തെറ്റിൽ നിന്ന് വെളിവായിരിക്കുന്നു. അതായത് നിർബന്ധിക്കേണ്ട, നിർബന്ധിച്ചില്ലെങ്കിലും ഇസ്ലാം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് മുഹമ്മദ് ആ കാലഘട്ടത്തിലേക്ക് ഇറക്കിയ വചനമാണത്. അത് ആരോട് പറഞ്ഞത്? അൻസാറുകളുടെ കുട്ടികളോടാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലാണ് മുഹമ്മദ് ഈ ഒരു ഐഡിയ ഇറക്കിയിട്ടുള്ളത്. ഇത് ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് ബാധമല്ല. ഇത് തന്നെ പിന്നീട് പണ്ഡിതന്മാർ റദ്ദ് ചെയ്തു, ഈ വചനം റദ്ദാക്കി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും മറ്റു മതക്കാരെ, മറ്റ് വിമർശകരെ, നിരീശ്വരവാദികളെ, അല്ലെങ്കിൽ ന്യൂട്രലായി നിൽക്കുന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടി, ഇസ്ലാം ലിബറലാണെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തിടുന്ന ഈ വചനത്തിൽ പോലും സാഹചര്യമുണ്ട്. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചോളം വലിയൊരു വൈരുദ്ധ്യമാണ്. ഇത് തന്നെ അള്ളാഹു പിന്നീട് റദ്ദാക്കിയിട്ടുണ്ട്. അള്ളാഹുവിനെ അറിയാലോ, ഒരു വചനം മൂപ്പര് ഇറക്കി കഴിഞ്ഞാൽ നോക്കും, അയ്യോ കോമേണം മറന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വചനം ഇറക്കും. മൂപ്പരെല്ലാം ഘട്ടഘട്ടമായിട്ട് ചെയ്യുന്ന ആളായതുകൊണ്ടാണ്, അറിയാലോ, സർവജ്ഞാനിയാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഏത് സർവജ്ഞാനിക്കും ഒരു അബദ്ധം പറ്റും. അപ്പോൾ ഈ വചനത്തിന്റെ ഒരു പൊള്ളത്തരം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് യഥാർത്ഥത്തിൽ മതത്തിൽ നിർബന്ധമില്ല എന്നല്ല പറയുന്നത്. മതത്തിൽ നിർബന്ധമില്ല എന്ന് അവരോട്, ആ കുട്ടികളെ അവരെ വിട്ടേക്ക്, അവരെങ്ങോട്ടും പൊക്കോട്ടെ എന്ന് പറയാൻ വേണ്ടി മുഹമ്മദ് ഇറക്കിയ ഒരു അടവാണ്. അടുത്ത കാര്യത്തിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലത്തെ മറ്റൊരു വചനമാണ്, പലപ്പോഴും നിങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല എന്താ പറയുക, മതം മാറ്റത്തിന് പോലും ഉപയോഗിക്കുന്ന ഒരു വചനമാണ്. അവരെ ഇസ്ലാം ഭയങ്കര വിശാലമായ ഒരു കൺസെപ്റ്റാണെന്ന് പറയാൻ വേണ്ടി, അവരെ എന്താ പറയുക, ഇടിച്ചിരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു വചനമാണ്. എന്താണ് സംഭവം? ഈ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇതിനും ഒരു സാഹചര്യമുണ്ട്. 109-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും അവസാനത്തെ 6-ാമത്തെ വാക്യം ആണ് ഇവർ പൊതുവിൽ പറയാറ്, അല്ലെങ്കിൽ ഈ മുസ്ലിം മതപ്രചാരകർ പറ്റിക്കാൻ വേണ്ടി പറയാറ്, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാറ്. മുഹമ്മദ് ഇത് ഇറക്കിയ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ? ഈ മക്കയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ മുഹമ്മദ് ഈ മതപ്രചരണം തുടങ്ങുന്ന സമയത്ത് ഇവരുടെയൊക്കെ ദേവന്മാരെയും ദേവതമാരെയും അവരെയൊക്കെ ഇവൻ മതനിന്ദ നടത്തിക്കൊണ്ടിരുന്നു, അവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അതായത് അവരെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുകയും, അല്ലെങ്കിൽ ആ മതത്തിന്റെ പല ചിഹ്നങ്ങളെയും ഇവൻ അപമാനിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് മനസ്സിലാക്കുക, മുഹമ്മദാണ് മതനിന്ദ തുടങ്ങിയത്. മനസ്സിലാക്കുക, അവൻ ഇതുപോലെ ചെയ്യുന്ന കണ്ടിട്ട് അവിടുത്തെ ആളുകൾ, അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് കുരുപൊട്ടി. അവർ മുഹമ്മദുമായിട്ടൊരു ബെറ്റ് വെച്ച, എന്ത് യുക്തിപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ അങ്ങനെ ഒരു മത്സരമാണ് അവർ വെച്ചത്. എന്താ സംഭവം? മുഹമ്മദെ, നിന്റെ ദൈവത്തെ ഞങ്ങൾ ഒരു വർഷത്തേക്ക് ആരാധിക്കാം, നിന്റെ എന്താ പറയുക ആരാധന ഞങ്ങളുടെ ദൈവത്തിനും ഒരു വർഷത്തേക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവങ്ങൾക്കും ഒരു വർഷത്തേക്ക് കൊടുക്കുക. എന്നിട്ട് ഏത് വർഷത്തിലാണ് ഏത് മതത്തിലെ ഏത് ആളുകളുടെ ദൈവമാണ് കൂടുതൽ ഗുണം അല്ലെങ്കിൽ കൂടുതൽ അനുഗ്രഹം നൽകുന്നത്, അതനുസരിച്ച് മറ്റേ കൂട്ടർ ഇങ്ങോട്ട് മാറുക എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പന്തയം അവർ വെച്ചു. പക്ഷേ മുഹമ്മദ് എന്ത് ചെയ്തു അറിയാലോ? ലോക ഉടായ്പായതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, അല്ലല്ല, എനിക്ക് ഇതിന് താല്പര്യമില്ല, സുല്ല് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബെറ്റിനില്ല, ഞാൻ ഈ പന്തയത്തിനില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ് ഈ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു മലയാള പരിഭാഷ എന്ന നിലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആ വചനം ഞാൻ വായിക്കാം. അത് നിങ്ങൾക്ക് വേറെ റെഫറൻസ് താഴെയുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. ഇത്രേ ഉള്ളൂ. ഞാൻ, അതായത് കുല്യായുൽ കഫർ, അതായത് നിങ്ങൾ അവിശ്വാസികളെ പറയുക, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നില്ല. എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇതാണ് സംഭവം. അപ്പോൾ ഈ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതും ഈ വചനത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്നത്തെ കാലത്തേക്ക് ബാധകമല്ല. ഇത് ഇന്നത്തെ പണ്ഡിതന്മാരും പറയുന്നതാണ്. മനസ്സിലാക്കുക, ഈ വചനങ്ങളും റദ്ദ് ചെയ്ത വചനങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ ഈ ഒരു കാര്യം നിയമത്തിൽ നിന്ന് നിലനിൽക്കുന്നില്ല. പക്ഷേ അപ്പോളജിസ്റ്റുകളും ഇന്ന് മതത്തെ വെളുപ്പിക്കാൻ നടക്കുന്ന ആളുകളും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മതം മാറ്റാൻ വേണ്ടി പോലും പലപ്പോഴും ഈ ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയൊക്കെ അല്ലെങ്കിൽ മറ്റ് മതത്തിലെ ആളുകളൊക്കെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇസ്ലാമിൽ ക്രിസ്മസ് കേക്ക് തിന്നാമെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം, അവരുമായിട്ട് വിവാഹം നടത്താം എന്ന് പറയുന്ന ഒരു വചനമാണിത്. ഈ വചനം പിന്നീട് റദ്ദാക്കപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ ന്യൂ ഇയർ ആകട്ടെ, ഈസ്റ്റർ ആകട്ടെ, ക്രിസ്മസ് ആകട്ടെ, ഓണം ആകട്ടെ, ഈ ഉസ്താദുമാരുടെ കമൻസ് ആ സമയത്ത് വരാറുണ്ടല്ലോ, ക്രിസ്മസ് കഴിക്കരുത്, അവരുടെ സ്റ്റാർ തൂക്കരുത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനകത്ത് ഖുർആനിൽ തന്നെ റദ്ദ് ചെയ്യാത്തൊരായത്തുണ്ട്. അതാണ് 5-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ക്രിസ്ത്യൻ, ജൂത, വേദം നൽകപ്പെട്ട കൂട്ടത്തിൽപ്പെടുന്ന മതങ്ങളുടെ അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം, അവരുടെ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അതായത് ക്രിസ്മസ് കേക്ക് കഴിക്കാമെന്ന് മാത്രമല്ല പറയുന്നത്, അതും ഹലാലാണ് എന്ന് മാത്രമല്ല, അവരുടെ സ്ത്രീകളെ, അവരിലെ പതിവ്രതകളായിട്ടുള്ള കുലസ്ത്രീസ്, അവരെ നിങ്ങൾക്ക് അവരുടെ മതത്തിൽ അവർ നിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് മാറ്റാതെ തന്നെ, മതം മാറ്റാതെ തന്നെ വിവാഹം കഴിക്കാമെന്നാണ് അവർ പറയുന്നത്. അതെല്ലാം നിങ്ങൾ അവരുടെ എന്താ പറയുക തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാം, ഞാനതിന് കണ്ടിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ വചനപ്രകാരം ഈ സ്ത്രീകളെ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മേരി സുലൈമാനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ മേരി യേശുവിൻ്റെ പടം എടുത്തോണ്ട് വരാം വീട്ടിലേക്ക്. ഭർത്താവിൻ്റെ വീടാണല്ലോ, പരമ്പരാഗത രീതി വെച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ പടം എടുത്ത് വരാം, അല്ലെങ്കിൽ യേശുവിൻ്റെ ഫോട്ടോ ഉള്ള കലണ്ടർ ഇതൊക്കെ വെച്ചിട്ട് വരാം. പിന്നെ അവിടെ ക്രിസ്മസ് ആഘോഷിക്കാം, സ്റ്റാർ തൂക്കാം, ഒരു കുഴപ്പമില്ല അക്കോർഡിംഗ് ടു ദിസ് വചനം.
അപ്പോൾ ജൂത ക്രിസ്ത്യൻ അവരെ വേദം നൽകപ്പെട്ടവർ എന്ന കാറ്റഗറിയിലാണ് ഈ മുഹമ്മദ് പെടുത്തിയിട്ടുള്ളത്. അതിനെ പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്ന് പറയും. അവരുമായിട്ടുള്ള വൈവാഹിക ബന്ധം, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ, അവരുടെ മത ആചാരവുമായി ബന്ധപ്പെട്ട് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തത്വത്തിൽ ഖുർആൻ അടിസ്ഥാനത്തിൽ ഒരു തടസ്സവും ഇല്ല, അത് ചെയ്യാം. പക്ഷേ ഇന്നത്തെ ഉസ്താദുമാർ ചെയ്യില്ല. എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടായിരിക്കും അവർ ക്രിസ്ത്യാനി മതം മാറ്റുന്നത്? ഇങ്ങനെ ഒരു കാര്യം മതത്തിനകത്ത് ഉണ്ടായിട്ടും അവരെന്തുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്? കാരണം ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ആരുടെ മതത്തിൽ വളരും, കുട്ടിക്ക് ക്രിസ്ത്യൻ ജൂത ഇൻഫ്ലുവൻസ് വരും. അതൊന്നും എന്ന് മാത്രമല്ല, ഈ കുടുംബത്തിൽ പല ആളുകൾക്കും അവരെങ്ങനെ ഇമ്പ്രസ് ആയിട്ട് ക്രിസ്ത്യാനി ആയാലും ഈ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഇത് തന്നെയാണ് മുലകുടിയുടെ കാര്യത്തിലും. മുലകുടിയുടെ കാര്യത്തിലുള്ള ഖുർആനിൽ അങ്ങനെ വചനം ഉണ്ടായിരുന്നതും മിസ്റ്റർ ആട് തിന്നുപോയെന്നും അത് നിയമത്തിൽ നിലനിൽക്കുന്നുവെന്നും കല്ലെറിയാനുള്ള വ്യഭിചാരിയെ കല്ലെറിയാനുള്ള ആ ആയത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതാണെന്നും അത് റദ്ദായിട്ടില്ല എന്നും കൃത്യമായിട്ട് ഹദീസിലുണ്ടായിട്ടും എൻ്റെ ഞെട്ടിൽ നിന്ന് കുടിക്കരുത് എന്ന് പറയുന്ന സ്ത്രീകൾ ഇപ്പോൾ ഉണ്ടാകുന്ന എന്താണ് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടും അവരുടെ മതത്തിനകത്ത് അവർക്ക് ആ നിയമം കൊണ്ടുവന്നാലുണ്ടാവുന്ന ഭവിഷ്യത്തും നോക്കിയിട്ടാണ്. കാരണം ക്രിസ്ത്യാനികൾ കൂടുതൽ കയറി വന്ന് മുസ്ലിം വീടുകളിൽ താമസിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഒന്നാവും. മതസൗഹൃദമാണേ, പക്ഷേ ഈ മതസൗഹൃദം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉസ്താദുമാർ കരുതുന്നതുകൊണ്ടാണ് ഈ വചനം അവർ നടപ്പാക്കാത്തത്. അതുകൊണ്ടാണ് പല ക്രിസ്ത്യാനികളും ആട് മേക്കാൻ അവർ മതം മാറി പോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഈ വചനം വെച്ചിട്ടാണെങ്കിൽ അവർ നടത്തുന്നത് എന്താ പറയും, യേശുവിന്റെ പടം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഒരു മുസ്ലിം പുരുഷന്റെ ഭാര്യയായിട്ട് ഒരു എന്താ പറയുക ക്രിസ്ത്യാനി സ്ത്രീക്ക് എന്താ പറയുക കഴിയാം. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ മുസ്ലിം സ്ത്രീ ഈ വചനത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സന്ദർഭത്തിൽ എനിക്ക് പറയേണ്ടി വരികയാണ്, മുസ്ലിം സ്ത്രീ ഒരു ക്രിസ്ത്യൻ ജൂത പുരുഷനെ വിവാഹം കഴിച്ചിട്ട് അവരുടെ കൂടെ അവരുടെ മതം, ഇപ്പോൾ ജൂത ക്രിസ്ത്യൻ പുരുഷന് അവരുടെ മതത്തിൽ തുടരുമ്പോൾ തന്നെ അവരുടെ കൂടെ കഴിയുകയും തൻ്റെ ജീവിതമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഈ നിയമപരമായിട്ടൊരു തടസ്സമില്ല. അങ്ങനെ അത് വിലക്കിയതായിട്ടുള്ള ഒരു നിയമങ്ങളും ഇസ്ലാമിനകത്തില്ല. അങ്ങനെ ഉണ്ട് എന്ന് കരുതുന്നവർ അത് കൊണ്ടുവരിക, ഞാനത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു നിയമം നിങ്ങൾ കൊണ്ടുവന്നാൽ വേറൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ കൊണ്ടുവരിക. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു മുസ്ലിം സ്ത്രീക്ക് ഇതുപോലെ ഒരു ക്രിസ്ത്യൻ പുരുഷന് വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കാൻ, അവൻ്റെ മതത്തിൽ അവൻ യേശുവിനെ ആരാധിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ യഹോവയെ ആരാധിച്ചുകൊണ്ട് തന്നെ ജൂത പുരുഷന് അവരുടെ കൂടെ ഈ മുസ്ലിം സ്ത്രീക്ക് ജീവിക്കാൻ ഒരു തടസ്സമില്ല. അപ്പോൾ മുസ്ലിം സ്ത്രീകളെ ക്രിസ്ത്യൻ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നു തത്വത്തിൽ എന്നുള്ളത് തന്നെയാണ് സത്യം. നേരെ തിരിച്ച് അങ്ങോട്ടും, അതായത് ഒരു മുസ്ലിം പുരുഷന്റെ വീട്ടിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീ വിവാഹം കഴിച്ച് വന്നാൽ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ മതം രണ്ടു കൂടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇസ്ലാം തന്നെ പറയുന്നുണ്ട്. എന്തായാലും മുസ്ലിം എന്തായാലും മാറില്ല എന്നുള്ള സത്യം. പക്ഷേ ക്രിസ്ത്യാനി മതം മാറേണ്ട ആവശ്യമില്ല. അത് രണ്ട് കൂട്ടരുടെ കാര്യത്തിൽ സത്യമാണ്. ഇവിടെ വചനത്തിൽ പറയുന്നത് മുസ്ലിം പുരുഷന് ക്രിസ്ത്യൻ ജൂത സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള അനുവാദമാണെങ്കിലും മറ്റേത് വിലക്കിക്കൊണ്ടുള്ള ഒരു കാര്യവും ഇസ്ലാമിൽ ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മതസൗഹാർദ്ദം വരികയും ഇസ്ലാം നശിച്ചു പോവുകയും ചെയ്യും. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഈ ക്രിസ്മസ് ഇതൊക്കെ വെച്ചിട്ട് പറയുന്നതും എന്താ പറയുക വിദ്വേഷപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നതും പലപ്പോഴും അവർ ഇത് മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അത് നടപ്പാക്കാൻ ഉള്ള പ്രായോഗികപരമായിട്ടുള്ള മതത്തിന് വരുന്ന കോട്ടം അത് വെച്ച് മാത്രം അവഗണിച്ചുകൊണ്ട് പോവുകയാണ് സാധാരണ എന്താ പറയുക ചെയ്യാറ്. ഇത് മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ലിബറലിസം കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ സാഹചര്യത്തിനനുസരിച്ച് ഇറങ്ങിയ വചനമാണത്. മുഹമ്മദ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ജൂത ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുമായിട്ട് നല്ല രമ്യതയിലായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനും അവരുമായിട്ട് മുസ്ലിങ്ങൾ പലതരം ഉടമ്പടികൾ ഉണ്ടാക്കുകയും സഹകരണത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. മക്കയിലുണ്ടായിരുന്ന ഈ ബഹുദൈവ വിശ്വാസികൾ, കുറേ ദൈവത്തെ ആരാധിച്ചിരുന്ന ആളുകൾക്കെതിരെ ഒരു എന്താ പറയുക ആലൈസ് ആയിട്ട് മുഹമ്മദ് കരുതുന്ന ആളുകളായിരുന്നു ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും. പിന്നെ ക്രിസ്ത്യാനികളൊക്കെ മുഹമ്മദ് അവരുടെ തന്നെ കഥകൾ ഒപ്പിടിച്ചിട്ട് പറഞ്ഞ് ഇംപ്രസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ വചനമാണിത്. പക്ഷേ ഇത് ഇസ്ലാമിൽ ഇത് നിയമമാണ്. അതാണ് സത്യം. ഇസ്ലാമിൽ ഇന്ന് നിയമമാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇങ്ങനത്തെ കുറേ വൈരുദ്ധ്യങ്ങൾ ഇസ്ലാമിനകത്തുണ്ട്. പക്ഷേ ഇത് വിശ്വാസികൾ നടപ്പാക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലത്തിന്റെ ഞെട്ടിൽ നിന്ന് കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. അല്ലെങ്കിൽ അൽബാനി എന്ന പ്രസിദ്ധ പണ്ഡിതൻ, ഹദീസ് പണ്ഡിതൻ പറഞ്ഞ പോലെ ഇസ്ലാമിന് നിയമമായിട്ടും ആട് നിന്ന് പോയ ആ ഒരു കാര്യം ഇന്ന് പാലിക്കാൻ മുസ്ലിം സ്ത്രീകൾ ഒരുപെട്ട് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ അച്ഛന്മാരുടെ ആംഗ്ലമാരുടെ ഒക്കെ ഈഗോ ഇളകും എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണോ അത് അവരെ ഒഴിവാക്കുന്നത്, അതുപോലെ പ്രായോഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മതത്തിൽ സംഭവിക്കാൻ പോകുന്നുള്ള വലിയ അപകടം കണ്ടെത്തു അത് കൊണ്ട് മാത്രം ആണ് അവരിത് എടുത്ത് പ്രയോഗിക്കാത്തത്. അടുത്ത വചനത്തിലേക്ക് പോകും. അടുത്ത വചനം ഖുർആനിലെ 2-ാമത്തെ അധ്യായം 221-ാമത്തെ വാക്യം. ഇവിടെ എന്താണ് പറയുന്നത്? ഈ ബഹുദൈവ വിശ്വാസിനികളെ അവർ ഇസ്ലാമിലേക്ക് മുസ്ലിമായി മതം മാറി വരുന്നവരെ അവരെ വിവാഹം കഴിക്കരുത്. പിന്നെ പറയുന്നത് അറിയാലോ, മുഹമ്മദിന്റെ ഒരു നിലവാരമാണ്. ഈ അടിമയായിട്ടുള്ള മുസ്ലിം സ്ത്രീകളെക്കാൾ അല്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ മോശമാണ് നിങ്ങൾ ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ അവരുടെ മതം മാറ്റാതെ നിങ്ങൾ വിവാഹം കഴിക്കുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന പെണ്ണുങ്ങൾ കുറേ ദൈവങ്ങളൊക്കെ ആരാധിക്കുന്ന മുഹമ്മദിന്റെ തന്നെ കുടുംബക്കാരുടെ മതം, ആ മതത്തിലുണ്ടായിരുന്ന പെണ്ണുങ്ങളെ അവർ മതം മാറ്റാതെ നിങ്ങൾ ദയവ് ചെയ്ത് വിവാഹം കഴിക്കരുത് എന്നും അതിനേക്കാൾ നിങ്ങൾക്ക് മെച്ചം അടിമയായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഇതിനൊരു സാഹചര്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ പറയുന്ന ബഹുദൈവ വിശ്വാസിനികൾ അത് അന്ന് ജീവിച്ചിരുന്ന മക്കയിലെ പെണ്ണുങ്ങളെയാണ്. അത് ഇതിന്റെ വിശദീകരിച്ച ഹദീസുകളൊക്കെ ഉണ്ട്. അത് സമയക്കുറവ് മൂലം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾ പോയി നോക്കാം. പക്ഷേ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായല്ലോ, മക്കയിലുണ്ടായിരുന്ന പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
അല്ലെങ്കിൽ മുഹമ്മദിന്റെ കുടുംബക്കാർ പാലിച്ചിരുന്ന ആ ബഹുദൈവ മതത്തിൽ പെട്ട സ്ത്രീകളെ നിങ്ങൾ മതം മാറ്റാതെ വിവാഹം കഴിക്കരുതെന്നും അവർക്ക് അങ്ങോട്ട് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുതെന്നും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെ സ്ത്രീകൾ അവർക്കും കൊടുക്കരുത്, അവരെ മതം മാറ്റാതെ എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി ഇനി പിന്നീട് വരും. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ബഹുദൈവ വിശ്വാസം എന്ന് ഇവിടെ പറയുന്നത് പഴയ കാലങ്ങളിൽ മക്കയിലുണ്ടായിരുന്ന ആ ബഹുദൈവ മതത്തിലെ കുറേശികൾ, മുഹമ്മദിന്റെ കുടുംബക്കാരടക്കം ഉണ്ടായിരുന്ന മതത്തിലെ ഒരുപാട് ദേവന്മാരെ ആരാധിച്ചിരുന്ന ആ മതത്തിലെ പെണ്ണുങ്ങളെയാണ്. ഇനി അടുത്തതിലേക്ക് പോകാം. ഇത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു എന്താ പറയുക, ഇസ്ലാമിനെ കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുന്ന എല്ലാവർക്കും പലപ്പോഴും അവർ കണ്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു വചനമാണ് യുദ്ധത്തിന്റെ വചനം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ അവതരിപ്പിക്കുന്ന വചനമാണ്. അവർ പറഞ്ഞതിൽ വാസ്തവമുണ്ട്, യുദ്ധത്തിന്റെ വചനം തന്നെയാണ്. പക്ഷേ ഇവിടെ വേറെ വലിയൊരു പ്രശ്നം ഇസ്ലാമിൽ വരും. ഒരു എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞ വചനം, അതായത് ബഹുദൈവ വിശ്വാസിനികളെ കെട്ടരുത്, അവരെ മതം മാറുന്നത് വരെ എന്ന് പറഞ്ഞ വചനം ഇതും കൂടി തടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇസ്ലാമിനകത്ത് വലിയൊരു പ്രശ്നം വരും. അത് ഞാൻ പറയാം. ആദ്യം ഈ വചനം എന്താണെന്ന് നോക്കാം. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ട ഇടത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും, അതായത് ഇസ്ലാമിലേക്ക് മതം മാറുകയും ചെയ്താൽ അവരെ നിങ്ങൾ വിട്ടേക്കുക. പിന്നെ അവസാനം പറയുന്നത് നിങ്ങൾക്കറിയാലോ, എല്ലാ തെമ്മാടത്തിലും പറഞ്ഞിട്ട് അതാണ് റുമീസ്, അഥവാ അള്ളാഹു പരമകാരുണ്യത്തിലും കരുണാനിധിയുമാകുന്നു എന്നല്ലേ. അതെ, അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ അങ്ങ് തീർത്തേക്കുക, വെറുതെ തീർത്തേക്കുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നിങ്ങൾ അവർക്ക് വേണ്ടി ഓരോ മൂലയിലും ഒളിച്ചിരുന്നിട്ട് അവരെ തട്ടിയരുത്. മറ്റേ രവിചന്ദ്ര സി മറ്റേ ഒരു ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രസംഗത്തിൽ മുപ്പര് സ്വന്തം പറയുന്നതല്ല, വേറെ ഒരാളെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അടിയടാ ഡാഷുകളെ എന്നാണ് ഇസ്ലാമിൽ 2 വാക്കിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ അടിയടാ പട്ടികളെ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ ഒരു സാഹചര്യം, ഇതും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്. മുസ്ലിങ്ങൾ ഞാൻ ഈ വചനം അങ്ങോട്ട് പറയുമ്പോൾ അവരിങ്ങോട്ട് പറയും ഇത് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇറങ്ങിയതാണ്, നീ എന്തിനാണ് ഇത് പറഞ്ഞിട്ട് ഇസ്ലാമിനെ അവഹേളിക്കുന്നത് അവർ പറയും. മുസ്ലിങ്ങളെ നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ ഇവിടെയാണ് ഞാൻ എൻ്റെ വാദം മുന്നോട്ട് വെക്കുന്നത്. ഇതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളെ ജൂതന്മാരെയൊക്കെ അവരുമായിട്ട് വിവാഹബന്ധം, അവരുടെ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നു. ഈ വചനം സന്ദർഭത്തിൽ യുദ്ധത്തിൽ ഇറങ്ങിയതാണെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾക്കറിയോ, ഇത് ഉപയോഗിച്ചിട്ടാണ് പല അടിമേക്കൽ സംഘടനകളും ഉണ്ടായിട്ടുണ്ട് ഉള്ളത്. അറിയുന്ന ഇമാമുമാർ നയിക്കുന്ന സംഘടനകൾ വരെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു വചനമാണ്. ഇനി ഈ നേരത്തെ ഞാൻ പറഞ്ഞ ബഹുദൈവ വിശ്വാസിനികളെ നിങ്ങൾ മതം മാറ്റുന്നവരെ, അവരെ മുസ്ലിങ്ങളാക്കി അതിന്റെ ശേഷം വിവാഹം അങ്ങനെ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അടിമയെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ മോശമാണ് ഇതുപോലെ ബൗദ്ധ വിശ്വാസിനികളെ അവരുടെ മതത്തിൽ നിർത്തിക്കൊണ്ടുതന്നെ വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അതും ഇതും വെച്ച് നിങ്ങളൊന്ന് താരതമ്യം ചെയ്യുക, സാഹചര്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എങ്ങനെ അവിടെ പറഞ്ഞ ആ ബഹുദൈവ വിശ്വാസിനിയില്ലേ, അതാരാ? അത് മക്കയിൽ അന്ന് ജീവിച്ചിരുന്ന ബൗദ്ധൈവ മതത്തിലെ പെട്ട സ്ത്രീകളാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അതുപോലെ മുസ്ലിങ്ങൾ ഇപ്പോൾ എന്നോട് പറയാൻ സാധ്യതയുള്ള ആ വാദവും ഇത് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇറങ്ങിയതാണ്. ഇവിടെ പറയുന്ന ബൗദ്ധ വിശ്വാസി എന്ന് പറയുന്നത് അന്ന് മുസ്ലിം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ മക്കയിലെ ആളുകളുമാണ്. ഓക്കെ, ശരിയായല്ലോ. ഇവിടെയാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞ ആ വചനമില്ലേ, ബഹുദൈവ വിശ്വാസിനിയെ വിവാഹം കഴിക്കരുത്, അവർക്ക് അങ്ങോട്ട് പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കരുത്, കെട്ടിക്കാന്നുള്ളതൊക്കെ ഒരു പ്രയോഗമാണ്. ഈ വചനം വെച്ചിട്ടാണ് ഹിന്ദുവിനെ മതം മാറ്റുന്നത്. അത് നിങ്ങൾക്കറിയോ? ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് മതം മാറ്റാതെ മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് നിയമമായി വരുന്നത് നേരത്തെ പറഞ്ഞ വചനം വെച്ചിട്ടാണ്. അത് സാഹചര്യത്തിലല്ല ഇവർ പറയാറ്, അതിന്റെ സന്ദർഭം ഇവർ പറയാറില്ല. അത് സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് പൊതു നിയമമാണ്. അവിടെ നിങ്ങൾ ഇതേ ഒരു സാഹചര്യം അപ്ലൈ ചെയ്യുക. ഇത് യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണല്ലോ. ഇതേ ബഹുദൈവ വിശ്വാസിനി എന്നുള്ളത് അവിടെ നിങ്ങൾ ഇതേ അർത്ഥത്തിൽ അന്ന് മക്കയിലുണ്ടായിരുന്ന പെണ്ണുങ്ങൾ എന്ന് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇന്ന് ഹിന്ദുവിനെ കെട്ടാം, ഇന്ന് ഹിന്ദുവായിട്ട് നിങ്ങൾക്ക് വിവാഹബന്ധത്തിന് അവരെ മതം മാറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ അതിനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം പൊളിയും. ഇന്ത്യയിൽ ഇസ്ലാമിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ വരികയും മതം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു രക്തച്ചൊരിച്ചിലും പ്രശ്നങ്ങൾ ഒഴിവാകുകയും ഇസ്ലാം ഇവിടെ ഇല്ലാതാവുകയും ചെയ്യും. അതാണ് സത്യം. കാരണം ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. അവരുടെ മതം ആ സംസ്കാരം ഇങ്ങോട്ട് അതല്ലെങ്കിൽ തന്നെ വരുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു നിയമമുള്ളതുകൊണ്ട് ഇപ്പൊ സിഖുകാരും ഹിന്ദുക്കളും അവരും തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാലും അവരുടെ ചില സെക്ടുകൾ തമ്മിൽ വിവാഹമൊക്കെ കഴിക്കാം. അങ്ങനെ ഒരു ബന്ധം ഇവിടെ വരും. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ വചനത്തിൽ ബഹുദൈവ വിശ്വാസി എന്നുള്ളതിന് അർത്ഥം എന്താ ആക്കുന്നത്? അതായത് ബഹുദൈവ വിശ്വാസി എന്ന് പറയുമ്പോൾ ആ അർത്ഥം ആക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ഇസ്ലാമിക് വെബ്സൈറ്റുകളിലൊക്കെ പോയി നോക്കുക. അവരത് നിയമമായിട്ടാണ് കരുതുന്നത്. അതായത് ഹിന്ദുവിനെ മതം മാറ്റിയേ കെട്ടാൻ പാടുള്ളൂ എന്നുള്ളതിന് നിയമമാണത്. അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് കെട്ടി കൊടുക്കുമ്പോൾ അവർ മതം മാറ്റിയിട്ട് അവർ നമ്മുടെ മതത്തിലേക്ക് ഇസ്ലാമിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് മക്കളെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് നിയമമാണ്, ഇസ്ലാമിൽ പൊതു നിയമമാണ്. പക്ഷെ അതിന് സാഹചര്യം എന്താ? ആ കാലഘട്ടത്തിലുള്ള ബഹുദൈവ വിശ്വാസികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ നിങ്ങൾ ഈ അർത്ഥം വെച്ച് നോക്കി, അവിടെ ഈ അർത്ഥം വെച്ച് നോക്കി കഴിഞ്ഞാൽ സംഭവിക്കും. ഹിന്ദുവിനെ കെട്ടുന്നത് അടിമയായ മുസ്ലിമിനെ കെട്ടുന്നതിനേക്കാൾ മോശമാണെന്നാണ് വരിക. അതാണല്ലോ വരിക. അത് നിയമമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഇന്ന് നിയമമായിട്ട് എടുക്കുന്നുണ്ട് മുസ്ലിങ്ങൾ വിവാഹത്തിന്റെ കാര്യത്തിൽ. അങ്ങനെ നിയമം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഹിന്ദു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം വരും. അതാണ് വിഷയം. അങ്ങനെ നിങ്ങൾ ആ ബഹുദൈവ വിശ്വാസിനികളെ കെട്ടരുത് എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിങ്ങൾ നിയമമായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ ഹിന്ദു എന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ബഹുദൈവ വിശ്വാസിനിക്ക് പകരം ഹിന്ദു അല്ലെങ്കിൽ യസീദി എന്നൊക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കെട്ടരുത്, അവർക്ക് അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കരുത്, അവരെ കെട്ടുന്നതിനേക്കാളും ഭേദം നീ വല്ല മുസ്ലിം അടിമയും കെട്ടിക്കോ പുല്ലേ എന്നൊക്കെ പറയുന്ന വൃത്തികെട്ട കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം വരുന്നത്. ഇനി നിങ്ങൾ നേരെ തിരിച്ച് ചിന്തിക്കുക. ഈ ഹിന്ദു എന്ന അർത്ഥം വെക്കേണ്ട, അന്നത്തെ സാഹചര്യത്തിൽ ഇറങ്ങിയതാണെന്ന് പറയാം.
ഓക്കെ, ബൗദ്ധവിശ്വാസികൾ എന്ന് പറഞ്ഞ മക്കയിലെ പെണ്ണുങ്ങളാണ്. ആണെങ്കിൽ ഹിന്ദുമായിട്ട് കെട്ടേണ്ടി വരും. കല്യാണം കഴിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. അഖില ആദ്യം ആവേണ്ട ആവശ്യമില്ല. അപ്പോഴും മതം പൊളിയും. നേരെ തിരിച്ചാണെങ്കിലും മതം പൊളിയും. ഇനി നേരെ തിരിച്ച് ഇവിടെ ഇപ്പൊ പറഞ്ഞ വചനത്തിൽ, ഞാൻ അവസാനം പറഞ്ഞ വചനത്തിൽ ബൗദ്ധവിശ്വാസികളെ കണ്ടെടുത്ത് കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഹിന്ദു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുവിനെ തീർക്കണം എന്നായില്ലേ? ഇത് ഇസ്ലാമിന്റെ ഒരു പ്രശ്നമാണോ? ഇതൊന്നും അഡ്രസ് ചെയ്യാതെ നിങ്ങൾ മതം എന്തോ ഡാഷ് ആണ് എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്നു. ഇസ്ലാമിൽ ഉള്ള അടിസ്ഥാനപരമായിട്ട് വൈരുദ്ധ്യമാണ് എന്ത് സന്ദർഭം എന്ന് പറയുന്നത്. ഈ ഉടായ്പ് ഈ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കാതെ നിങ്ങൾക്ക് ഇസ്ലാം നടപ്പാക്കാനേ പറ്റില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അവിടെ ബൗദ്ധവിശ്വാസിക്ക് പകരം ഹിന്ദു എന്ന് കൊടുത്തിട്ടാണ് മതം മാറ്റുന്നത്. ഇപ്പോൾ ഹിന്ദുവിനെ പൊതുവായിട്ടുള്ള നിയമമാണ്. അതല്ലാതെ നിങ്ങൾ പറയാം ഏത് വചനം വെച്ചിട്ടാണ് നിങ്ങൾ മറ്റുള്ള മതക്കാരെ മതം മാറ്റാതെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുള്ള ഈ വേദം നൽകപ്പെട്ടവർ എന്ന കാറ്റഗറിയിലല്ല, ജൂത ക്രിസ്ത്യാനികളല്ല, അതിന് വേറെ വചനമുണ്ട്. ഇത് ഈ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുള്ള ദൈവ മതത്തിലെ ആളുകളെ വിവാഹം കഴിക്കാൻ അവരെ മുസ്ലിം ആക്കണം എന്നുള്ള ഇപ്പോഴുള്ള നിയമം, ഉസ്താദ്മാരൊക്കെ മതം മാറ്റം നടത്തുന്ന ആ നിയമം, അത് നിങ്ങൾക്ക് എവിടെ കിട്ടിയെന്ന് പറയൂ. ഇതില്ലെങ്കിൽ ഈ രണ്ട് വചനങ്ങളുടെ ഒരു കൺക്ലൂഷൻ എന്താ? രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ഇതിൽ സാഹചര്യം അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ മുസ്ലിം പണ്ഡിതന്മാരെ അപ്ലൈ ചെയ്യുന്ന പോലെ ഒന്നിൽ ഇതും മറ്റേതിൽ അതും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഹിന്ദുവിനെ കെട്ടുന്നത് അടിമയായ മുസ്ലിമിനെ കെട്ടുന്നതിനേക്കാൾ മോശമാണെന്നുള്ള വചനമാണ്, അല്ലെങ്കിൽ ഹിന്ദുവിനെ കണ്ടെടുത്ത് വെച്ച് തീർക്കാം എന്നുള്ള വചനം. ആ രണ്ടിടത്തും ഹിന്ദു ഹിന്ദു എന്ന് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ബൗദ്ധവിശ്വാസി എന്നാണല്ലോ പറഞ്ഞത്. ബൗദ്ധവിശ്വാസിനെ കെട്ടരുത് എന്നുള്ള നിയമം ഇസ്ലാമിലുണ്ട്, ബൗദ്ധവിശ്വാസിയെ വെട്ടണം എന്ന നിയമവും ഇസ്ലാമിലുണ്ട്. പക്ഷേ ഇവർ അനുസരിക്കുന്നില്ല. അപ്പോൾ രണ്ട് രീതിയിൽ ഇതിന് അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ രണ്ടിടത്തും നിങ്ങൾ ഇത് ഹിന്ദു ഹിന്ദു എന്ന് പറയണം. കാരണം ഹിന്ദുക്കൾ ബൗദ്ധവിശ്വാസികളാണ്. ബൗദ്ധവിശ്വാസികളെ വാദം മാറുന്നതുവരെ വിവാഹം കഴിക്കാൻ പാടില്ല, അവർക്ക് കെട്ടി കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഈ ബൗദ്ധവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് ഡാഷുക എന്ന സ്ഥലത്തും ഹിന്ദു എന്ന് കൊടുക്കണം. ഹിന്ദു ഓർ ഹിന്ദു രണ്ടിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിലെ വാക്കുകൾ പോലും വളരെ കൃത്യമായിട്ട് ഒരേ അർത്ഥത്തിലേക്കാണ് വിരച്ചുകൊണ്ടത്. ഇതേപോലെ മറ്റൊരു അർത്ഥം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നേരെ തിരിച്ച് ഈ രണ്ടിടത്തും സന്ദർഭത്തിനനുസരിച്ച് ഇറങ്ങിയ ആയത്തല്ലേ, വചനങ്ങളല്ലേ. അന്നത്തെ മക്കയിലെ പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയുന്നത്, മക്കയിലെ ആളുകൾ വെട്ടാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ മതം അവരെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ വീണ്ടും ക്രിസ്ത്യാനിയെ കിട്ടുന്ന ജൂതനെ കിട്ടുന്ന പോലത്തെ സമയത്ത് ഒരു പ്രശ്നം വരും. അവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ വരും. ഈ ഹിന്ദുവിന്റെ മതത്തിൽ ഇംപ്രസ് ആയ മുസ്ലിങ്ങൾ അങ്ങോട്ട് പോകും. മക്കള് ഈ രണ്ട് സംസ്കാരങ്ങളുടെയും സംസ്കാരം ഇസ്ലാമിലില്ല, എന്നാൽ അത് ഇഴുകിച്ചേരലുകൾ നടക്കും, മതം ദുർബലപ്പെടും. അടുത്ത വചനത്തിലേക്ക് പോവാം. 9-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം. ഇവിടെ എന്താണ് പറയുന്നത്? വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ ജൂതരായ ക്രിസ്ത്യാനികളായ ആളുകളുടെ കൂട്ടത്തിൽ അവരിൽ അള്ളാഹുവിനെയും മുഹമ്മദിനെയും അംഗീകരിക്കാത്ത, ഫലത്തിൽ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ എന്താ പറയാ, അവരുമായിട്ട് വീണ്ടും യുദ്ധം ആണ് ചെയ്യാൻ പറയുന്നത്. ഏതുവരെ? അവര് കയ്യോടെ ജിസിയ കപ്പം കൊടുക്കുന്നത് വരെ നിങ്ങൾ അവരുമായിട്ട് അടിയടാ പന്നകളെ വീണ്ടും. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ആ കാര്യത്തിന്റെ ബൗദ്ധവിശ്വാസികളോട് ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. മുഹമ്മദ് ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനിയും ജൂതനുമായിട്ട് നല്ല കൂട്ടുകെട്ടായിരുന്നു. പിന്നീട് ജൂതന്മാർ പറഞ്ഞു, പൊതുവിൽ ജൂതന്മാർ തന്നെയാണ് ആദ്യം മുഹമ്മദിന്റെ കള്ളത്തിന് തിരിച്ചറിയുകയും നിന്റെ മതത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഞങ്ങൾ എന്താ പറയാ ഞങ്ങളുടെ മതത്തിന് അത്ര കാര്യങ്ങൾ തന്നെയാണ് നീ പറയുന്നെങ്കിലും മുഹമ്മദിനെ പല കാര്യങ്ങൾ ചോദ്യം ചെയ്ത് വന്ന സമയത്ത് അവർക്ക് തന്നെ കാര്യം പിടുത്തം കിട്ടി. ഹീസ് ആൻ ഉഡായിപ്പ് എന്ന് മനസ്സിലാക്കിയ ജൂതന്മാർ മുഹമ്മദിന് കൈയൊഴിഞ്ഞു. അതുപോലെ ക്രിസ്ത്യാനികൾ ഇത് നിങ്ങൾക്ക് പൊതുവിൽ പരിചയമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഇസ്ലാമിസ്റ്റുകൾ ഉരുളുന്ന ഒരു കാര്യമാണ്. അതായത് സൽക്കർമ്മങ്ങൾ ഏത് മതത്തിലുള്ള ആളുകൾ പ്രവർത്തിച്ചാലും ഫലമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗാന്ധിജി, സൗമ്യ, ഗോവിന്ദചാമി ഈ എക്സാമ്പിൾ നിങ്ങൾ പറയുമ്പോൾ അവർ ഉരുളുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവർ പറയും അല്ല അത് എന്നൊക്കെ പറയും. ആ വിഷയം എന്താ? നിങ്ങളിൽ നിന്ന് ഇസ്ലാം അല്ലാതെ ഒരു മതവും സ്വീകരിക്കപ്പെടുകയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ നന്മ ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങളിനിപ്പോൾ എത്ര നല്ല മനുഷ്യനായാലും നിങ്ങൾ ഇസ്ലാമിൽ വരുന്നവരെ നിങ്ങൾ നന്നാവില്ല എന്ന് പറയും. അതായത് വെള്ളയിൽ വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് മാത്രമല്ല ഈ ഒരു വിഷയം വെച്ചിട്ട് ഗോവിന്ദചാമി സ്വർഗത്ത് പോകും ഇസ്ലാമായി കഴിഞ്ഞാൽ. പക്ഷേ അദ്ദേഹം ഉപദ്രവിച്ച സൗമ്യ നരകത്തിലേ പോവും, ഗാന്ധിജി നരകത്തിലേ പോവും. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഒന്നാലോചിച്ച് നോക്കുക, ഈ മതത്തിനകത്ത് ഉള്ള ഈ ഒരു വൃത്തികെട്ട ഒരു ധാർഷ്ട്യം കാരണം നന്മ ചെയ്ത എല്ലാ മനുഷ്യരെയും ഒറ്റയടിക്കുന്നത് നിരാകരിക്കുകയാണ്. അവരുടെ എന്ത് നന്മകളുണ്ടെങ്കിലും, അവർ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, അവരുടെ ജീവിതത്തിലോ മറ്റുള്ളവർക്കോ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ പോട്ടെ, അവൻ്റെ മതം ഏതാ എന്ന് ചോദിക്കുന്ന തികഞ്ഞ വർഗീയത. അതാണ് ഈ വചനം. അടുത്ത കാര്യത്തിലേക്ക് പോകും. ഇനിയാണ് ഈ റദ്ദ് ചെയ്ത ആയത്ത്. അതായത് ആദ്യം പറയുന്നു മതത്തിൽ നിർബന്ധമില്ല, പിന്നെ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം. ഇതൊക്കെ മുസ്ലിങ്ങൾ കഷ്ണം വെട്ടി ഉദ്ധരിക്കാറുണ്ടല്ലോ മറ്റൊരു പറ്റിക്കാൻ വേണ്ടിയിട്ട്. മറ്റു മതക്കാരെയും മതമാറ്റത്തിനും ലിബറലുകളായ ആളുകളെയും ഒക്കെ പറ്റിക്കാൻ വേണ്ടി അവർ ഉദ്ധരിക്കുന്ന ഒരു വചനമാണ്. അല്ലെങ്കിൽ ലിബറലുകൾ തന്നെ ഇസ്ലാം ഭയങ്കര സംഭവം എന്ന് പറയാൻ വേണ്ടി പ്രീണനം നടത്താൻ വേണ്ടി പറയുന്ന വചനങ്ങളാണ്. ഇതൊക്കെ റദ്ദ് ചെയ്തു എന്ന് പറയുന്ന കാര്യം മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞതിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത്. എൻ്റെ വാക്കല്ല. അപ്പോൾ ഒന്ന് കാണുക. എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞ ആ രണ്ട് വചനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ഒരു മുസ്ലിം പണ്ഡിതനാണെന്ന് തോന്നുന്നു അദ്ദേഹം കൊടുത്ത മറുപടിയാണ്. ഇതിലൊന്നും ഇസ്ലാമിക് വെബ്സൈറ്റുകളിൽ കൺസിസ്റ്റൻസി ഇല്ല. എന്നാലും നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. അത് ഞാൻ കഷ്ടം മുറിച്ച് 4 ആക്കിയിട്ടുണ്ട്. വളരെ സുദീർഘമാണ്. എന്താണ് വിഷയം? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. ആ പഴയ വചനങ്ങൾ 2256 അതുപോലുള്ള സമാനമായിട്ടുള്ള വചനങ്ങൾ, മതത്തിൽ നിർബന്ധമില്ല, മതത്തിൽ നിർബന്ധിക്കേണ്ട, 1099 ഒരു പക്ഷേ നിങ്ങൾ കാണിച്ചിട്ടില്ല. അതിനകത്ത് പറയുന്നത് അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരും വിശ്വാസികളാകുമായിരുന്നു, മുഹമ്മദേ നീ അവരെ നിർബന്ധിക്കേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു അയാൾക്ക് കഴിവുണ്ടായിരുന്നു എന്ത്
എല്ലാവരെയും വിശ്വാസികളാക്കി മാറ്റാൻ. എന്നിട്ടും ആ പന്ന ഡാഷ് അത് ചെയ്തില്ല, തള്ള ചെയ്തില്ല. കാരണം എന്താ? പുള്ളിക്ക് ഇതൊക്കെ കണ്ടിട്ട് രസിക്കണം, എല്ലാവരും മതത്തിന്റെ പേരിൽ അടിയുണ്ടാക്കി മരിക്കുന്നത് കാണുമ്പോൾ വാവ് എന്ന് പറയണം. അപ്പോൾ അതാണ് ആ വചനത്തിൽ പറയുന്നത്. നീ അവരെ നിർബന്ധിക്കണ്ട, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അവരെന്നേ മതം മാറിയേനെ എന്നാണ്. പക്ഷേ ജന്മത്തിൽ വിചാരിക്കാൻ മാട്ടേൻ. അത് പറയുന്ന വചനമാണ്. ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 256 ഞാൻ ആദ്യം തുടക്കത്തിൽ കാണിച്ച ആ വചനം. അതായത് മതത്തിൽ നിർബന്ധമില്ല. ഇതൊക്കെ പിൽക്കാലത്ത് റദ്ദാക്കപ്പെട്ടു എന്നുള്ള കാര്യം മുസ്ലിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുത്ത ഭാഗത്ത് ഉണ്ട്. അവര് തന്നെ പറയാണ്, മുസ്ലിം പണ്ഡിതന്മാർ തന്നെ പറയാണ്, ഇതൊക്കെ പിൽക്കാലത്ത് റദ്ദാക്കപ്പെട്ടു. പിന്നെ ഈ ജിസിയ എന്ന കാറ്റഗറിയിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ ജൂതരും ക്രിസ്ത്യാനികളും സൗരാഷ്ട്ര മതക്കാരും മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, അവർ മതം മാറിയേ പറ്റൂ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകളും ആ ഒരു ടോണും ആ ഒരു രീതിയൊക്കെ ഒന്ന് നോക്കുക. എങ്ങനെ അവരെ നിർബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അവരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് അവരെ നിങ്ങൾ മതം മാറ്റിയേ പറ്റൂ. ലോക്കപ്പ് മർദ്ദനം വരെ ഇതിന്റെ വിഷയമായിട്ട് അവർ പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം അടുത്ത ഭാഗത്തേക്ക് പോവാണ്. എന്നാലും പറയുന്നു, എത്ര മോശമായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ. ഈ ജിസിയ ടാക്സ് കൊടുക്കാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് ഇവിടെ പറയുന്നത്. അവരെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കണം, അവർ മതം മാറിയേ പറ്റൂ, വേറെ ഒരു ഇളവുകളും അവർക്ക് കൊടുക്കരുത്. അക്രമത്തിലുള്ള വിവേചനമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പല ആളുകൾക്കും അറിയില്ല. ഈ ക്രിസ്ത്യാനികൾക്കും ജൂതർക്കും ഉള്ള ഇളവ്, അല്ലെങ്കിൽ സൗരാഷ്ട്ര മതക്കാർക്കുള്ള ഇളവ്, ടാക്സ് കൊടുത്തിട്ട് പോലും നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉള്ളിൽ മതം ഒതുക്കി പ്രചരിപ്പിക്കാതെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇസ്ലാമിക രാജ്യത്ത് നിൽക്കാം. പക്ഷേ ഹിന്ദുവിനും ബഹുദൈവ വിശ്വാസികൾക്കും അതില്ല. ഒരു ഹിന്ദു ഈ വചനങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ത്യയിൽ ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സോ കോൾഡ് മതേതരവാദിക്ക് അതിനെ എതിർക്കാൻ പറ്റും. കാരണം ഈ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് നടപ്പാക്കണം എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. നേരത്തെ ആ പറഞ്ഞ ഭാഗത്തിന്റെ തുടർച്ചയാണ്, കൃത്യമായിട്ട് തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതായത് ടാക്സ് ജിസിയ കൊടുത്തെങ്കിലും രാജ്യത്ത് ജീവിക്കാനുള്ള അർഹത ഉള്ളത് ആർക്കാണ്? ക്രിസ്ത്യാനിക്കും ജൂതനും സൗരാഷ്ട്ര മതക്കാരനും പാർസി എന്നൊക്കെ പറയുന്ന അവർക്ക് മാത്രമാണ്. ഹിന്ദുവിന് ഇതില്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷമായിട്ടുള്ള നമ്മളിവിടെ ജീവിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ വിഭാഗമായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഈ ഒരു ഇളവേ ഇല്ല. അവര് മതം മാറിയേ പറ്റൂ. അതിന് ഉദ്ധരിക്കുന്ന വചനം ഏതാണെന്ന് നോക്കുക സുഹൃത്തുക്കളെ. ഏതാണ് വചനം? 9:5. ഞാൻ നേരത്തെ പറഞ്ഞ വചനമാണ്. ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് ഡാശുക. അപ്പോൾ അവിടെ ഇവരുദ്ദേശിക്കുന്നത് ഹിന്ദു അടക്കമാണ്. മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനകത്ത് എന്താ പറയുക, ഇതുപോലൊരു നശിച്ച മതം വേറെ കാണില്ല. അടിസ്ഥാന ലിറ്ററേച്ചറിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമാണ്. യഥാർത്ഥ ഇസ്ലാം നടപ്പാക്കുന്നത് ആടുമേക്കൽ സംഘടനകളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവർ ഒരേ ആയത്തിന് തന്നെ ചിലപ്പോൾ രണ്ടർത്ഥം വെച്ച് നോക്കും. എന്ന് മാത്രമല്ല, രണ്ടിടത്ത് ഒരേ വാക്കിന് രണ്ടർത്ഥം വെക്കുന്നു. ബഹുദൈവ വിശ്വാസികളെ കെട്ടരുത് എന്ന് പറഞ്ഞ ഭാഗത്ത് അവിടെ അത് ഹിന്ദു, ഓക്കെ. പക്ഷെ ബഹുദൈവ വിശ്വാസിനെ വെട്ടണം എന്ന് പറഞ്ഞ ഭാഗത്ത് അത് ഹിന്ദു അല്ല, അത് അന്നത്തെ മക്കയിലെ ആളുകൾ. ഇവിടെ വെട്ടണം എന്ന് പറഞ്ഞ ആയത്താണ് ഇയാൾ ഉദ്ധരിക്കുന്നത്, ഈ പണ്ഡിതൻ. അല്ലെങ്കിൽ ഈ മറുപടി പറഞ്ഞ മുസ്ലിങ്ങളുടെ ചോദ്യത്തിന് മുസ്ലിങ്ങൾ മറുപടി പറയുമ്പോൾ ഉദ്ധരിക്കുന്ന ആയത്ത് ഏതാ നോക്കൂ. ബഹുദൈവ മതത്തിലെ ആളുകളാണെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പിനുള്ള അവകാശം പോലും ഇല്ല, ടാക്സ് കൊടുത്തിട്ട് പോലും നിൽക്കാൻ പറ്റൂല ഹിന്ദു എന്നാണ് പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി മറ്റൊരു വൈരുദ്ധ്യം ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്, ഖുറാനകത്ത് കൃത്യമായിട്ട് ആയത്തിൽ അല്ലെങ്കിൽ വചനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ ജൂത ഗ്രൂപ്പുകളുമായിട്ട് വിവാഹം ഭക്ഷണമാകാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെയും അവന് ദൂതനെയും അംഗീകരിച്ചിട്ട് മാത്രമേ ഈ ടാക്സ് കൊടുപ്പൊക്കെ ഉള്ളൂ. അല്ലാതെ ഒന്നും ടാക്സ് കൊടുക്കില്ല. അവരങ്ങനെ മതം മാറിയില്ലെങ്കിലും ടാക്സ് കൊടുക്കുന്ന ആ ഘട്ടത്തിലേക്ക് വരണമെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിക്കണം, അവൻ നിഷിദ്ധമാക്കിയതൊക്കെ നിഷിദ്ധമാക്കണം. ക്രിസ്ത്യാനിക്ക് പന്നിയിറച്ചി കഴിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നേരത്തെ വീണ്ടും അറിയാലോ, ഖുറാനകത്ത് ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങളുള്ളൂ. പണ്ട് പറഞ്ഞത് എന്താ? പണ്ട് പറഞ്ഞത് ഭക്ഷണം കഴിക്കാമെന്നാണ്. ഇവിടെ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതായത് വൈരുദ്ധ്യങ്ങൾക്കകത്തുള്ള ഇൻസെപ്ഷൻ മോഡൽ വൈരുദ്ധ്യം. ഓക്കെ, എന്തായാലും ഇത് പലപ്പോഴും പണ്ഡിതന്മാരെ കൂട്ടിച്ചേർക്കുന്നതാണ്. കോൺടെക്സ്റ്റിൽ ഇല്ലെങ്കിലും വചനത്തിലില്ലെങ്കിലും അവർ ഇങ്ങനെ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. എന്നാൽ ഇതിന് കടവിരുദ്ധമായിട്ടാണ് ക്രിസ്ത്യാനികളുടെ ഭക്ഷണം കഴിക്കാം, ജൂതന്റെ ഭക്ഷണം കഴിക്കാം, അവരുമായിട്ട് വിവാഹബന്ധമാകാം. അള്ളാഹു നിഷിദ്ധമാക്കിയതൊക്കെ നിഷിദ്ധമാക്കുക എന്നൊക്കെ പറയുന്നത്, മുഹമ്മദ് നിഷിദ്ധമാക്കിയതൊക്കെ നിഷിദ്ധമാക്കുക എന്ന് പറഞ്ഞിട്ട് അവർ അള്ളാഹുവിനെയും മുഹമ്മദിനെയും അംഗീകരിച്ച പിന്നെ എങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വൈരുദ്ധ്യം റൈസ് ടു ദ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഗണിതത്തിലൊക്കെ പ്രാവീണ്യമുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു യൂസ് കേസാണ്. നിങ്ങൾക്ക് പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാം. എന്തായാലും അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതൊക്കെ മാത്രം ചെയ്താൽ പോരാ. അടുത്ത ഭാഗത്ത് പറയുന്നത് 8:39, 8-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിൽ പറയുന്ന അതായത് നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ മാത്രം പോരാ. ഈ ബഹുദൈവ വിശ്വാസിയുടെ ബഹുദൈവ മതം ഉണ്ടല്ലോ, ഹിന്ദു മതം, അതില്ലാതാവുന്നത് വരെ അടിയട ഡാശികളെ എന്ന് വീണ്ടും പറയുന്നു, ഈ വൃത്തികെട്ട മതം. അപ്പോൾ ഇതാണ് ഇവിടെ മുസ്ലിങ്ങൾക്കുള്ള മറുപടിയായിട്ട് മുസ്ലിം വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ള ഉത്തരം. ഇനി എന്നോട് എന്തായാലും കമന്റിൽ നിങ്ങൾ തർക്കിക്കില്ലെന്ന് കരുതുന്നു. കാരണം അറിയാലോ, നിങ്ങൾ തമ്മിൽ തന്നെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾ കണ്ടെത്തുന്നവരെ മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ ഒരു കൃത്യമായിട്ട് ഇതിനൊരു മറുപടി തരാൻ കഴിയില്ല. പലപ്പോഴും ഉരുളലാണ്, പലപ്പോഴും സത്യം മറച്ചു വെക്കാനാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വസ്തുതാപരമാണ്. അതിനൊക്കെ ഇസ്ലാമിനകത്തുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതൊക്കെ തന്നെയാണ് ഇവിടെ ഇതിന് മറുപടിയായിട്ട് അവർ പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് പോകാം. വീണ്ടും നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. എന്താ പറയുന്നത്? 9:5 പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇതെന്ത് വാക്യമാണ്? വാളിന്റെ വാക്യം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. മുസ്ലിങ്ങൾക്കുള്ള മറുപടി കൊടുക്കുമ്പോൾ അവരുപയോഗിക്കുന്ന ഭാഷ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നടപ്പാക്കണം എന്ന് പറയുന്ന സംഘടനകളാണോ UN അടക്കം
ആ ലിസ്റ്റിൽ പിടിച്ച സംഘടനകൾ, ഈ ആടുമേക്കൽ സംഘടനകൾ മൊത്തം ഇങ്ങനെയാണ് ഇസ്ലാമിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സാധാരണക്കാരനായ സോക്കോൾഡ് പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് കേരളത്തിലെ മതേതര സമൂഹത്തിൽ ഇവിടെയും തല്ലുണ്ടാക്കിയിട്ടുണ്ട്. 5:33 കുറേ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. നമുക്കറിയാലോ. ഞാനിപ്പോൾ അത് എടുത്ത് വീണ്ടും നിങ്ങളെ നീരസപ്പെടുത്തുന്നില്ല. കാരണം വീണ്ടും അതൊക്കെ പറയേണ്ടി വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതൊരു വിരസതയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള വചനങ്ങൾ ഇതൊക്കെയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ. അല്ലാതെ മതത്തിൽ നിർബന്ധമില്ല, മതം ആർക്കും എന്തുമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിർബന്ധിക്കേണ്ട, അവരൊക്കെ നന്നായിക്കോളും എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മതം മാറ്റാൻ വേണ്ടി, ഇസ്ലാമിനെ എന്താ പറയുക മഹത്വവൽക്കരിക്കാൻ വേണ്ടി നുണ പറയുന്നത് പച്ചക്ക്. സ്വന്തം മതത്തെക്കുറിച്ച് ഇതുപോലെ നുണ പറയുന്ന ഒരു മതസമുദായവും ലോകത്ത് വേറെ ഇല്ല. ഹിന്ദുവിനോട് ജാതിയെക്കുറിച്ച് ചോദിച്ചാൽ പിന്നെയും അവിടെ ഒരു മാന്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത് തിരിച്ച് ഇവരോട് ഇവരുടെ മതത്തിനകത്ത് പറഞ്ഞ മറ്റു മതങ്ങളോടുള്ള ഇടപെടാൻ പറഞ്ഞിട്ടുള്ള വൃത്തികെട്ട ആ മതവിദ്വേഷത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൊടുത്തിട്ടുള്ള മറുപടി ഒന്ന് നോക്കുക. ആ ഭാഷ, ആ വാക്കുകൾ ഒക്കെ നിങ്ങളൊന്ന് വിലയിരുത്തുക. എന്തായിരിക്കും ഇവരെങ്ങാനും ഇവിടെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ നമുക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക. ചിന്തിക്കുന്നവർക്ക് വാൾ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ പറയുന്നത് ഒരു ഹദീസാണ്. 3:110, അതായത് 3-ാമത്തെ അധ്യായം 110-ാമത്തെ വചനം. നിങ്ങൾ മുസ്ലിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സമുദായമാണ് എന്ന് ജാതീയവാദിയായിട്ടുള്ള പന്ന ദൈവമായിട്ടുള്ള അള്ളാഹു പറയുന്നു. തള്ള പറയുന്നു. ഈ തള്ള അത് പറയാനുണ്ടായ ആ സാഹചര്യം വിശദീകരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ പറഞ്ഞതിന്റെ വിശദീകരണമായിട്ട് വന്നിട്ടുള്ള ഹദീസാണ്. എന്താണത്? അത് കേട്ടോളൂ. മനുഷ്യരെ കഴുത്തിൽ ചങ്ങലയിട്ട് വലിച്ചോണ്ട് വാ കോയ എന്നാണ് തള്ള പറയുന്നത്. എന്ത്? അവരെ മതത്തിലേക്ക് നിങ്ങൾ ഇതുപോലെ വലിച്ചഴച്ച് കഴുത്തിൽ ഞെരുക്കി കൊണ്ടുവരും എന്നതുകൊണ്ടാണ് നിങ്ങൾ എന്താകുന്നത്? ഉത്തമമായ സമുദായമായി മാറുന്നത് എന്ന് ലോകരക്ഷിതാവ്, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസ്ലിമെയും ഒക്കെ സൃഷ്ടിച്ച മഹാനായ പരമകാരുണികനായ ദൈവം പറയുന്നത്. അപ്പോൾ ഭാഷ വീണ്ടും പറയുന്നു. ഖുർആനിലെ അറബി എന്താ പറയുക, അറബി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞതിന്റെ വിശദീകരണമായിട്ട് ഹദീസിൽ വന്ന കാര്യമാണിത്. കഴുത്തിൽ മുറുക്കി വലിക്കട അവനെ, മതത്തെ കൊണ്ടുപോവാ, അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ സമുദായമാകുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ടും സഹിച്ചിട്ടും ഒരു മതേതര സമൂഹമാകട്ടെ, ഇനി ഹിന്ദു രാഷ്ട്രമാകട്ടെ, അവിടെ നിങ്ങൾക്ക് ഖുർആൻ ഒരു ഗ്രന്ഥമായിട്ട് നിങ്ങളുടെ രാജ്യത്ത് തുടരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പേടി വരുമോ ഇല്ലയോ? നിങ്ങളത് രേഖപ്പെടുത്തുക കമന്റിൽ. എനിക്ക് പേടി വരും. ഞാൻ ഇതുകൊണ്ടാണ് മതം എന്ന രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം പോലും നിഷേധിക്കണമെന്നും ഈ ഭരണഘടനയിൽ അല്ലെങ്കിൽ IPC-യിലൊക്കെ നിയമം മൂലം തന്നെ ഇസ്ലാമിനെ നിരോധിച്ചു കഴിഞ്ഞാൽ, മതത്തെ നിരോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയ ഒരുപക്ഷെ കോടിക്കണക്കിന് മനുഷ്യരെയാണ് രക്ഷിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ്. ഇതിനെ അല്ലെങ്കിൽ ഈ ഒരു മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം പോലും കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പല ആളുകളും ഇത് അവർ അത്രക്കൊന്നും പോകാറില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടും. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ എന്താ പറയുന്നത്? വീണ്ടും അടിയട പന്നികളെ എന്ന് പറഞ്ഞിട്ട് കൊള്ളയടിക്കരുത്, അവരൊന്നും ചെയ്യേണ്ട കൂട്ടാ എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ടെന്താ, നിങ്ങളെ ഒരു മുസ്ലിം രാജ്യം അടുത്തുള്ള അയൽ രാജ്യമായിട്ടുള്ള ഒരു ഹിന്ദു ക്രിസ്ത്യൻ രാജ്യത്തെ ക്ഷണിക്കണം, മോനെ നീ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറയണം. വളരെ മൃദുവായിട്ട് തൂവാല കൊണ്ടൊക്കെ പറയാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുക? അവര് വിശ്വസിക്കുന്നവരെ യുദ്ധം ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആ അയൽ രാജ്യം ഇസ്ലാം ആയാൽ അത് മതിയോ? പോരാ, അവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ മുസ്ലിം രാജ്യത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരവിടെ അങ്ങ് ജീവിക്കണം. അവരെ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ അക്രമത്തിൽ പോലും ഒരു പ്രത്യേകതരം വിവേചനം കാണിക്കുന്ന ഒരു മതം വേറെ ഉണ്ടെന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. പെട്ടെന്ന് ഓടിച്ച് പോകണം, കുറേ ഉണ്ട്. ഇവിടെ എന്താ പറയുക നോക്കൂ. വീണ്ടും ആ ഒരു ടോണിൽ തന്നെയാണ് സംസാരിക്കുന്നത്. വീണ്ടും നേരത്തെ കൊള്ളടിക്കരുത്, കുട്ടികൾ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്ത്? നിങ്ങൾ മുസ്ലിമായിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, കാര്യമില്ല. എന്ന് മാത്രമല്ല, ഈ ഹിന്ദുവിനൊന്നും അവൻ ആരാധിക്കേണ്ട, ഈ ദേവന്മാരെയും രാമനെയും രാമക്ഷേത്രവും ഒന്നും വേണ്ട, അടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്? അവൻ മുസ്ലിം ആയി നേരിക്കാം, അവൻ അള്ളാഹുവിനെയും മുഹമ്മദ് അംഗീകരിച്ചു, മതിയോ? പോരാ, ഞങ്ങളുടെ ദ്വീപില ഞങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാണോ പ്രാർത്ഥിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞാവും പ്രാർത്ഥിക്കണം, മതിയോ? ഞങ്ങൾ ബലി കൊടുക്കുന്ന പോലെ അവൻ ബലി കൊടുക്കണം. അവന് അവൻ്റെതായിട്ടുള്ള ഒരു തരത്തിലുള്ള വൈവിധ്യങ്ങളും പാടില്ല. ഈ ആടുമേക്കൽ ടീംസ് തമ്മിലുള്ള പൊട്ടിത്തെറിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഇപ്പോൾ താലിബാന്റെ പ്രദേശങ്ങളിൽ പോയിട്ട് വേറെ ആടുമേക്കൽ ടീംസ് പൊട്ടിത്തെറിക്കുന്നത്. യഥാർത്ഥ മതം സ്ഥാപിക്കുന്നത് വരെ സ്വന്തം കുടുംബക്കാരാണെങ്കിലും അടിയട, സ്വന്തം മതത്തിലെ ആളുകളാണെങ്കിലും അടിയട എന്നുള്ള ആ ഒരു വിഷയം അതുകൂടിയാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ഷിയ സുന്നി തർക്കം പോലെ ഇതുപോലെ മതം കൃത്യം ആവുന്നത് വരെ അത് ആരാണെന്ന് നോക്കണ്ട, ഇസ്ലാമാണോ ഹിന്ദു ആണോ ഒന്നും അടിയോടടി. ഇത് തന്നെയാണ് ഇവിടെ വീണ്ടും ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഭയാനകമായിട്ട് വരുന്നുണ്ട്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി ഇതുപോലെ നിങ്ങൾ ഈ ആളുകളോട് പറയുകയും അവരും എന്താ പറയുക, അവരിങ്ങനെ ടാക്സ് കൊടുക്കാനോ അല്ലെങ്കിൽ ജിസിയ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ മതം മാറാനോ തയ്യാറായില്ലെങ്കിൽ അവരുടെ കോട്ട വളയുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവരെ ഉപയോഗിച്ചിട്ട് ഇല്ലാതാക്കണം എന്ന് തന്നെയാണ്. അവരെ തീർക്കണം എന്ന് തന്നെയാണ്. എന്താ പറയുന്നത്? ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മുഹമ്മദ് പറയുന്നു, എൻ്റെ പേരിലോ അള്ളാഹുവിൻ്റെ പേരിലുള്ള ഉറപ്പൊന്നും അവർ കൊടുക്കരുത്, കോംപ്രമൈസ് ഒന്നും പാടില്ല. അവരിനി എത്ര കെഞ്ചിയാലും, അവരിനി എത്ര തരത്തിലുള്ള എന്താ പറയുക, എന്തൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ മാപ്പ് പറയാം, നിങ്ങളുടെ കാലിൽ വീഴാം എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ സ്വന്തം പേരിലുള്ള ഉറപ്പ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹു മുഹമ്മദും ഞങ്ങൾക്ക് വേറെ തീരുമാനങ്ങളുണ്ട്, ഞങ്ങളുടെ പേരിലൊന്നും ഉറപ്പ് കൊടുത്തേക്കില്ലേ എന്ന് പറയുന്ന വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇസ്ലാം എന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഇസ്ലാമിന്റെ മതസൗഹാർദ്ദ സുഹൃത്തുക്കളെ. അടുത്ത ഭാഗത്തേക്ക് പോവാം.
അപ്പോൾ ഇനി ഉള്ള ഭാഗത്ത് എന്താ പറയുന്നത്? ഈ ഹദീസിൽ എന്താ പറയുന്നത്? ഈ ഹിജാസ്, അതായത് മക്ക മദീനയൊക്കെ മുഹമ്മദ് കീഴടക്കി ആ മുസ്ലിങ്ങളുടെ സ്ഥലമാക്കി മാറ്റിയ സമയത്ത് ആണെന്ന് തോന്നുന്നു. അതിനെ പൊതുവിൽ പറയുന്ന പേരാണ് അല്ലെങ്കിൽ ഈ അള്ളാഹുവിന്റെ മുഹമ്മദിന്റെ ഇസ്ലാമിന്റെ ദേശം എന്ന് പറയുന്ന ഹിജാസ്. ഈ ഹിജാസിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന മക്കയിൽ മദീന ഉണ്ടായിരുന്ന ഈ അവസാന ഇസ്ലാം മൊത്തമായിട്ട് എല്ലാവരെയും യുദ്ധം ചെയ്തിട്ട് കൊന്നു തള്ളിയ ശേഷം അവരുടെ മേലിൽ ആധിപത്യം വരുന്ന സമയത്ത് ഉണ്ടാക്കിയ ആ പ്രദേശത്ത് നിന്ന് ക്രിസ്ത്യൻ ജൂത ഗ്രൂപ്പുകളെ, അവിടെ കാലാകാലങ്ങളായി താമസിച്ചുകൊണ്ടിരുന്ന ആളുകളെ അവിടുന്ന് പുറത്താക്കുന്നു. അങ്ങനെ പുറത്താക്കിയ സന്ദർഭത്തിൽ ആ ജൂതൻ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ ഒന്ന് കെഞ്ചി, ഞങ്ങൾ പണി ചെയ്ത് ജോലി ചെയ്ത് ഉണ്ടാക്കുന്നതിന്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം, ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഇവരെ പുറത്താക്കണം എന്ന് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. കാരണം അള്ളാഹുവിന്റെ മുഹമ്മദിന്റെ സ്വത്ത് ആയി മാറുകയാണ് ഇവർ കീഴടക്കിയ പ്രദേശം. അറിയാലോ, കൊള്ളയടിക്കുന്നതാണ് ആ പ്രദേശം, സ്ഥലം, ഏക്കർ കണക്കിന് സ്ഥലം ആ മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ വസ്തുവകളും അവരുടെ പ്രദേശവും അവരുടെ സ്ഥലങ്ങളും മൊത്തം അള്ളാഹുവിന്റെ സ്വത്തായിട്ട് മുഹമ്മദ് അങ്ങ് എടുക്കുകയാണ്. അല്ലെങ്കിൽ മുഹമ്മദിന്റെ കൂട്ടത്തിൽ വന്ന വിശ്വാസങ്ങൾ എടുത്തിട്ട് എന്താണ് ചെയ്യുന്നത്? അവരോട് അവിടുന്ന് ഇറങ്ങിപ്പോടാം ഡാശുകളെ എന്ന് പറയുമ്പോൾ അവരിൽപ്പെട്ട ജൂതന്മാർ കെഞ്ചി എത്രേ, ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം, എന്നിട്ടെങ്കിലും നിങ്ങളൊന്ന് ഞങ്ങൾ അവിടെ താമസിപ്പിക്കൂ, ഞങ്ങളൊന്ന് ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. ആദ്യ സമയത്ത് എന്താണ് അവർ ഈ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ ഫുള്ള് പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഈ വ്യവസ്ഥയിൽ അവർ മുഹമ്മദിനോട് കെഞ്ചിയതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത്. പിന്നീട് എന്താ പറയാ, ഈ മുഹമ്മദ് പറയുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ വിചാരിക്കുന്ന അത്ര കാലം നീ ഇവിടെ നിൽക്കും, അത് കഴിഞ്ഞാൽ നിന്നെ പുറത്താക്കും. അപ്പോൾ അത്രയും കാലം നിന്റെ അധ്വാനത്തിന്റെ പകുതി ഫലം ഞങ്ങൾ മേടിക്കും, പിന്നെ ഞങ്ങൾ വിചാരിക്കുന്ന അത്രയും കാലം നിന്നെ ഇവിടെ നിർത്തുള്ളൂ, അത് കഴിഞ്ഞാൽ നീ പോകും, അല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് കെട്ടിക്കും എന്നാണ് വളരെ നല്ല സാമാന്യമായിട്ടുള്ള സമാധാനത്തിന്റെ സ്വരത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ജൂതന്മാർ അങ്ങനെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഉമർ ഡാഷ് വന്നതിന് ശേഷം ഇവരെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി എന്നുള്ളതാണ് അവസാന ഭാഗത്ത് പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗത്ത് പറയുന്ന നോക്കുക, നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഹദീസാണ്. എന്താണ്? യഹൂദനെയും ക്രിസ്ത്യാനിയെയും ഞാൻ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് അവരെ പുറത്താക്കിയിരിക്കും എന്ന് വളരെ സമാധാനപരമായിട്ട് അള്ളാഹുവിന്റെ കുശുൽ പറയുന്നു. ഒന്നാലോചിക്കുക, അവരൊക്കെ പരമ്പരാഗതമായിട്ട് കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കാണ്. എന്നിട്ട് അവരെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ അവരെ ഉന്മൂലനം ചെയ്യാണ് മുഹമ്മദ്. അല്ലെങ്കിൽ അവിടുന്ന് വേറെ ഏതെങ്കിലും ദേശത്തേക്കൊക്കെ നാട് കിടക്കുകയാണ്. അങ്ങനെ മുഹമ്മദ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അറേബ്യയിലൊക്കെ ഇപ്പോൾ ഉള്ള ക്രിസ്ത്യാനികളുടെയും ജൂതരുടെയും എണ്ണം നിങ്ങളൊന്ന് നോക്കുക, അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക, അതിനൊക്കെ കണക്കൊക്കെ നോക്കുക. ഈ ഇസ്രായേലിൽ എത്ര അറബികളുണ്ടെന്നും മറ്റ് അറബ് രാജ്യങ്ങൾ എത്ര ജൂതന്മാരുണ്ടെന്നും ഒന്നൊക്കെ നോക്കുക. എന്നിട്ടൊക്കെ ഈ കൊലസ്തീൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഷേബ്, കൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുക. മനസ്സിലായില്ലേ? ഇതുപോലുള്ള വൃത്തികേടുകളൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ ഈ മതത്തിന്റെ ആളുകൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇന്നും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഒക്ടോബർ 7 അതിനുള്ള ഒരു പരിശ്രമമായിരുന്നു. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് അല്ലെങ്കിൽ അറേബ്യൻ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ പാവ മനുഷ്യരെ തീർക്കാനുള്ള ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ വലിയൊരു തെളിവാണ് നമ്മളത് കണ്ടത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ യുദ്ധം പോലും നടക്കുന്നത്. ഇതൊന്നും എന്താ പറയാ, അറബികളുടെ രക്തത്തിൽ നിന്ന് മാറില്ല സുഹൃത്തുക്കളെ. അവർ ഈ പരിപാടി തുടങ്ങിയിട്ട് 1400 വർഷങ്ങളായി ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഹദീസിലേക്ക് പോകാം. നേരത്തെ ആ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, മുസ്ലിം അല്ലാത്ത ഒരുത്തനെയും ഇവിടെ വാഴിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഈ ഭാഗത്ത് വീണ്ടും എന്താ പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ സ്വത്തും ജീവനും നമ്മൾ സംരക്ഷിക്കും, അല്ലെങ്കിൽ സ്വത്ത് തട്ടിയെടുക്കില്ല, അവന്റെ രക്തം നമ്മൾ ചിന്തില്ല. ആ ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഈ രക്തം ചിന്തില്ല എന്നുള്ളത് പല ഹദീസുകളിലും ഇവർ പലപ്പോഴും പരിഭാഷ തിരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. രക്തം ചിന്തില്ല എന്നാണ് പറയുന്നത്, അല്ലാതെ അവരുടെ ജീവൻ സംരക്ഷിക്കും എന്നുള്ള വാക്കുകൾ പോലും അല്ല പറഞ്ഞിട്ടുള്ളത്, ബ്ലഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഭാഷയിൽ തന്നെ വീണ്ടും നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഹദീസിലും വന്നിട്ടുള്ളത്. അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി എനിക്കൊക്കെ ബാധകമായിട്ടുള്ള ആ ഹദീസാണ് അവസാനമായിട്ട് ഞങ്ങൾ കാണിക്കുന്നത്. വളരെ കൃത്യമാണ്. ഇനി എങ്ങാനും ഒക്കെ നിങ്ങൾ ഈ മതം മാറിയൊക്കെ വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെങ്ങാനും ഇങ്ങോട്ട് വന്നു, ഇനി ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തിരിച്ചു പോകണം നിങ്ങളുടെ ആ പഴയ മതത്തിലേക്ക്. ഇവിടെ അവിടെ ഉള്ളപ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ ഉള്ളപ്പോൾ അക്കരെ പച്ച. ഈ പച്ചയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കാവിയിലേക്ക് പോകാൻ പറ്റില്ല. പച്ചയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പച്ചയിൽ ഈ വരവ് മാത്രമേ ഉള്ളൂ, പച്ചയ്ക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. മതം വിട്ടവനെ തീർത്തേക്ക് ഇൻകമിങ് മാത്രമേ ഉള്ളൂ. ഇതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ മതം മാറ്റത്തിലൊക്കെ നിൽക്കാൻ. നിങ്ങൾ അവർ ഉപദ്രവിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ല, ഈ മതത്തിനകത്ത് നിന്ന് മതം മാറി വന്ന് പുറത്ത് കിടക്കാൻ ശ്രമിച്ചവരുടെ സ്ട്രഗിളും. അത് നിങ്ങൾ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഒരല്പം കൂടി ഈസിയാണ്. പക്ഷേ ഇതുപോലെ മതം മാറി വന്ന് മറ്റു രാജ്യങ്ങളിലൊക്കെ മതം മാറി വന്ന ആളുകൾ, അതായത് സ്വമേധയാ തന്നെ മണ്ടത്തരത്തിൽ വിശ്വസിച്ച് വന്ന ആളുകൾ തന്നെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഞാൻ ഞെട്ടിയില്ലെങ്കിലും നിങ്ങൾ ഞെട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇസ്ലാം എന്ന മതത്തിന്റെ ഭയാനകതയാണ് ഞാൻ ഈ ഹദീസുകളോട് നിങ്ങൾ കാണിച്ചത്. ഹദീസുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ അധികം ചിലപ്പോൾ കാണിക്കാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് അങ്ങനെ അത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓരോന്നിൻ്റെയും റെഫറൻസ് ഒക്കെ പോയി നോക്കുക. എല്ലാത്തിൻ്റെയും ബാക്കി ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പോയി നോക്കുക, പരിശോധിക്കുക, കണ്ടെത്തുക. കണ്ടെത്തുന്നവർക്ക് സമാധാനമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഭാഷയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയൊക്കെയാണ് ഈ മതം ഒരുപക്ഷെ ഇവിടെ ചില ആളുകൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള അവർക്കുള്ള അവരുടെ പ്രവാചകന്റെ ആഹ്വാനങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മതം നിയമപരമായിട്ട് തന്നെ
ഇവിടെ നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വീണ്ടും അത് പറയുന്നു, ഞാൻ പണ്ടും പറയുന്നതാണ്. ഇത് ഒരു സെക്യുലർ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം പോലും കൊടുക്കാൻ പാടില്ലാത്ത മതമാണ്. നിങ്ങളൊക്കെ കരുതുന്നതിന് ഉപരി ഭയാനകമാണ് ഈ മതം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സംഘടനകൾ കൃത്യമായിട്ട് അർത്ഥം വെച്ചിട്ട് ഈ വചനങ്ങളൊക്കെ അവർ ഈ അർത്ഥത്തിൽ എടുക്കുന്നതിന് ഒരു കാരണം കൂടി ഇതാണ്. ഇവിടെ ഉടായ്പ ടീംസ് വെളുപ്പിക്കാൻ നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഇങ്ങനെ കറുപ്പിച്ചതുകൊണ്ടാണ് ഇത്രയും അറബി അറിയുന്ന ഇമാമുമാരെ തന്നെ ഇത് എടുത്തു നടക്കുന്നത്. നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇങ്ങനെ ഒരു മതം ഇവിടെ വരികയാണെങ്കിൽ, ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ 30-40% ആയാൽ പോലും നമ്മളൊക്കെ ഇവിടെ വിട്ട് ഓടേണ്ടി വരും. ഇതുകൂടി പരിഗണിച്ചിട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഹിന്ദു രാജ്യം എന്ന് പറയുമ്പോൾ പലർക്കും ചൊടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു എന്താ പറയുക, നൂലാമാല എന്ന് പറഞ്ഞാൽ പോരാ. എന്താ പറയുക, നമ്മുടെയൊക്കെ തലയുടെ മുകളിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ തന്നെ പറഞ്ഞ പോലെ തൂങ്ങിക്കിടക്കുന്ന വാളിന്റെ ഗ്രന്ഥമാണ് ഈ കുത്തുപുസ്തകം. ഇത് ഇവിടെ നിരോധിക്കാൻ പറ്റുമെങ്കിൽ ഈ ഭരണകൂടമൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് നിരോധിക്കാം. നിങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള വിനിമയ ബന്ധമൊക്കെ നോക്കിയിട്ട് ഇസ്ലാമിനെതിരെ നടപടി എടുക്കാതെ പോയി കഴിഞ്ഞാൽ നാളെ ഹിന്ദുവിന്റെ പ്രസവ നിരക്ക് കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഹിന്ദു വിവാഹം കഴിക്കാതാകുകയും, അറിയാലോ, അത് പ്രസവ നിരക്കൊക്കെ എല്ലാവർക്കും കുറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു മതം ഇവിടെ ഉള്ളപ്പോൾ എല്ലാവരും സഹകരിച്ച് മത ജാതിഭേദമന്യേ ജീവിക്കണം. പക്ഷേ ഇവിടെ ഇങ്ങനൊരു ക്ലോസ്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ആഹ്വാനം ഈ മതത്തിനകത്ത് നിന്ന് ഒരു ഗ്രൂപ്പിന്, ഒരു സമുദായത്തിന് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് അവരുടെ പ്രധാനപ്പെട്ട ബിംബം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ അടുത്ത തലമുറയായിരിക്കും അനുഭവിക്കാൻ പോവുക എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതുവരെ എന്നെ ക്ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി. വീണ്ടും വരിക. നമസ്കാരം.